നമുക്ക് സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ സാരീസിൻ്റെ കളക്ഷനിൽ ഇതൊരു ഒരു കോട്ട മെറ്റീരിയലിൽ വരുന്ന സാരീസാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്തൊന്നും ഉപയോഗിക്കേണ്ട സാരീസ് അല്ല, അല്ലാതെ നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല കുറേ ലൈറ്റ് ഷെയ്ഡ്സും നല്ല ഭംഗിയുള്ള കുറച്ച് കളർ കോമ്പിനേഷൻസും നല്ല എംബ്രോയിഡറി വർക്കുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നാൽ റേറ്റ് ആണെങ്കിലും 1980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. പല ഒക്കേഷൻസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. എല്ലാ സാരീസിനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 1 ആണിത്. ഇതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ. ഇത് ബേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ബിസ്ക്കറ്റ് കളർ പോലത്തെ ബേജും അല്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. നമുക്കിങ്ങനെ റെയറായിട്ടാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ വരാറ്. അതിൻ്റെ ഇത് കണ്ടോ, 2 ബോർഡേഴ്സും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. രണ്ട് ബോർഡേഴ്സും ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്. മുന്താണിയിൽ ഇങ്ങനെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബ്രൗൺ ടിഞ്ചൊക്കെ ചേർന്ന പോലെയുള്ള ഒരു ബേജ് ആട്ടോ. വളരെ എന്ന് വെച്ചാൽ ഡാർക്ക് ബ്രൗൺ ഒന്നുമല്ല, ലൈറ്റ് ബ്രൗണിൻ്റെ ഒരു ചെറിയ ടിഞ്ച് ചേർന്നിട്ടുള്ള പോലെ ഒരു ബ്രൗൺ. അതിനകത്ത് ബോഡിയിലും ഇതേപോലെ വർക്ക് വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസിൽ വർക്കില്ല. ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് ആണ്, ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, ഈസി ടു ക്യാരി ആണ് ഇതെല്ലാം. കണ്ടോ, ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് ആ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സാരി നമ്പർ 1 1980 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. നമുക്ക് എവിടെ വേണേലും എടുത്തുകൊണ്ട് പോകാം, സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ല സാരീസാട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ കളർ വരുന്നത് ഇതാണ്. അതിൻ്റെ അടുത്ത കളറ് ഇതൊരു ചെറിയൊരു ബ്ലൂയിഷ് ടിഞ്ച് ഉണ്ടോ. സെയിം ഡിസൈനൊക്കെ സെയിം തന്നെ, ഒരു ലൈറ്റ് ബ്ലൂ. സാരി നമ്പർ 2 ലൈറ്റ് ബ്ലൂ, സെയിം പാറ്റേൺ ആണ്. സാരി നമ്പർ 3 ഒരു പീച്ച് ടോൺ. സാരി നമ്പർ 3 ഒരു പീച്ച്. ഇതൊന്നും ഒത്തിരി ഡാർക്ക് ഷെയ്ഡല്ല, മീഡിയം ടോണിൽ നിൽക്കുന്ന ഷെയ്ഡ്സാണ് കേട്ടോ. സാരി നമ്പർ 3 പീച്ച്. സാരി നമ്പർ 4 ഒരു ലൈറ്റ് പിങ്ക്. സാരി നമ്പർ 4 ലൈറ്റ് പിങ്ക്. ഇതിനകത്ത് ഇതിൻ്റെ ഡിസൈൻ ഡിഫറൻസ് ഉണ്ടല്ലേ. സാരി നമ്പർ 4 ചെറിയ വ്യത്യാസമുണ്ടല്ലേ, ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഡിസൈൻ. ഇത് സാരി നമ്പർ 4. വലിയ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലൊക്കെ അറിയുള്ളൂ. അല്ലല്ലേ, ഇത് ആദ്യം കാണിച്ച അതേ ഡിസൈൻ തന്നെ അല്ലേ. സാരി നമ്പർ 4 ലൈറ്റ് പിങ്ക്. സാരി നമ്പർ 5 വരുമ്പോഴും ലൈറ്റ് പിങ്ക് തന്നെ. ലൈറ്റ് പിങ്കിനകത്ത് ഡിസൈൻ വരുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 5 ലൈറ്റ് പിങ്ക് ഡിസൈൻ ഇത് വരും. ഇതൊരു പിങ്ക്, ആദ്യം കാണിച്ച പിങ്കിനേക്കാൾ അല്പം കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പിങ്കാണ് പിങ്കിൻ്റെ. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ എഗെയിൻ ഒരു ബേജിൻ്റെ ഒരു ടോൺ. എടാ ആ സാരി ഒന്ന് വന്നേ, ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് ബേജ് ടോൺ. ഞാൻ ആദ്യം ഒരു കളർ കാണിച്ചില്ലായിരുന്നോ, ഞാൻ പറഞ്ഞില്ലേ അല്പം ഒരു ബ്രൗൺ. കണ്ടോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് കേട്ടോ. ഇത് പക്ക ബേജ്, ഇത് അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ. ഞാൻ ഫസ്റ്റ് കാണിച്ച സാരി ഈ കളർ തന്നെയാണ് കേട്ടോ. എടുത്തു. സാരി നമ്പർ 6. സാരി നമ്പർ 7 ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 7 ഒരു ഡിഫറെൻറ്റ് ടോൺ ഓഫ് ബേജ് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലേ, സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു ബ്രൗൺ ചേർന്ന പോലെ വരുന്ന ഒരു കളറ്. 7 സാരി നമ്പർ 7. ഇതിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഈ സെയിം കളർ തന്നെ റിപ്പീറ്റ് കാണിക്കുന്ന എംബ്രോയിഡറി വർക്ക് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ടോൺ. സാരി നമ്പർ 8 ഒരു ലൈറ്റ് ബ്ലൂ ടോൺ.
സാരി നമ്പർ 8. ഞാനിതിൻ്റെ വർക്ക് ക്ലോസർ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ടേബിളിൽ ഇട്ട് കാണിക്കുന്നത്. 9. ഇത് ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. 9, സാരി നമ്പർ 9. സാരി നമ്പർ 10, ഒരു ലൈറ്റ് ഗ്രീൻ. സാരി നമ്പർ 10, ലൈറ്റ് ഗ്രീൻ. സാരി നമ്പർ 10. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.